ഈ വീഡിയോയിൽ നമ്മൾ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എങ്ങനെ കണ്ടെത്താം എന്നാണ് പറയാൻ പോകുന്നത്. ഒരു നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ആദ്യം നമുക്ക് 12 എന്ന നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 12ൻ്റെ ഫാക്ടേഴ്സാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക എന്ന് നോക്കുക. എന്താണ്? ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും എന്ന് നോക്കണം. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 കിട്ടുന്നുവോ ആ നമ്പേഴ്സൊക്കെ 12ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും എന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 1 × 12 ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതുന്നു. 1 × 12 എത്രയാണ്? 12 ആണ് അല്ലേ? 1ഉം 12ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1ഉം 12ഉം 12ൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, 1ഉം 12ഉം എന്താണ്? 12ൻ്റെ ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളെപ്പോഴും ആദ്യം എഴുതേണ്ടത് 1 × ആ നമ്പർ ആയിരിക്കണം. ഇവിടെ നമ്മൾ ആദ്യം എഴുതിയത് 1 × 12 ആണ് അല്ലേ? കാരണം ഇവിടെ 12ൻ്റെ ഫാക്ടേഴ്സാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1 × 12 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കണം? 1 × ആ നമ്പർ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 1 × 12 എന്ന് എഴുതി. ഇനി 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 2 ആണ് അല്ലേ? 2നെ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുമോ? കിട്ടും അല്ലേ? 2 × 6 എത്രയാണ്? 12 ആണ്. ഓക്കെ, 2 × 6 എത്രയാണ്? 12 ആണ്. നമുക്ക് അറിയാം. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? 2 × 6 ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. ഇനി 2 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 3 ആണ് അല്ലേ? 3യെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുമോ? കിട്ടും. 3 × 4 എത്രയാണ്? 3 × 4 ഈസ് ഈക്വൽ ടു 12 ആണ്. ആണല്ലോ? 3 × 4 12 ആണ്. ഇനി 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 4 ആണ് അല്ലേ? 4നെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുമോ? കിട്ടും. 4 × 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 12 ആണ്. ക്ലിയർ? 4 × 3 ഈസ് ഈക്വൽ ടു 12. ഇനി നിങ്ങളിവിടെ നോക്കൂ. ഇവിടെ നമുക്ക് 3 × 4 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? 3 × 4 എന്ന് പറയുമ്പോൾ അതിൽ നമ്പേഴ്സ് 3ഉം 4ഉമാണ്. അതുപോലെ ഇവിടെ നമുക്ക് 4 × 3 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ? 4 × 3 എന്ന് പറയുമ്പോൾ അതിലെ നമ്പേഴ്സും 3ഉം 4ഉമാണ്. അതായത് ഒരിക്കൽ നമുക്ക് ഇവിടെ കിട്ടിയ നമ്പേഴ്സ് തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, നമ്പേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് നിർത്താം. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇവിടെ നിർത്താം. നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് നമ്പേഴ്സ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് നിർത്താം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 12ൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഫാക്ടർ ഇവിടെയുള്ള 1 ആണ്. സോ 1 എഴുതുന്നു. ഇനി അടുത്തതായിട്ട് ഇവിടെയുള്ള 2 ആണ് എഴുതുന്നത്. 2. അടുത്തതായിട്ട് ഇവിടെയുള്ള 3 എഴുതുന്നു. 3. അതിനുശേഷം ഇവിടെയുള്ള 4 എഴുതുന്നു. 4. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് എഴുതാം. ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ? ഈ 3 ഞാൻ എഴുതുന്നില്ല, കാരണം ഒരു തവണ നമ്മൾ 3 എഴുതിയതാണ്. അതുപോലെ ഇവിടെ ഒരു 4 ഉണ്ട്. ആ 4ഉം ഞാൻ എഴുതുന്നില്ല. 4 നമ്മൾ ഒരു തവണ എഴുതിയതാണ്. ഓക്കെ, ഒരു തവണ എഴുതിയ നമ്പർ വീണ്ടും എഴുതേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത നമ്പർ എഴുതേണ്ടത് ഇവിടെയുള്ള 6 ആണ്. ഓക്കെ, 6. ഏറ്റവും അവസാനം ഇവിടെയുള്ള 12.
അപ്പോൾ 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 12 എന്നിവയാണ് 12 എന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ്. 12നെ ഇവയിൽ ഏത് നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. മനസ്സിലായല്ലോ? ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ 18 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുക എന്ന് നോക്കണം. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 18 കിട്ടും? 1 × 18 ഈസ് ഈക്വൽ ടു 18 ആണ് അല്ലേ? 1ഉം 18ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടും. ക്ലിയർ? ഇനി 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 2 ആണ്. 2നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടുമോ? കിട്ടും അല്ലേ? 2 × 9 ഈസ് ഈക്വൽ ടു എത്രയാണ്? 18 ആണ്. 2 × 9 ഈസ് ഈക്വൽ ടു 18. ഇനി 2 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 3 ആണ്. 3യെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടുമോ? കിട്ടുമല്ലോ. 3 × 6 ഈസ് ഈക്വൽ ടു 18. 3 × 6 എത്രയാണ്? 18 ആണ്. ഇനി 3 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 4 ആണ്. 4നെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടുമോ? ഇല്ല. 4നെ ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 18 കിട്ടില്ല. 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല 18. ഓക്കെ. 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 5 ആണ്. 5നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടുമോ? ഇല്ല. 5നെയും ഒരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 18 കിട്ടില്ല. ഓക്കെ. ഇനി 5 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 6 ആണ്. 6നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടുമോ? കിട്ടും അല്ലേ? 6 × എത്രയാണ്? 3 ഈസ് ഈക്വൽ ടു 18 ആണ്. 6 × 3 ഈസ് ഈക്വൽ ടു 18. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളിവിടെ നോക്കൂ. ഇവിടെ നമുക്ക് 3 × 6 കിട്ടിയിട്ടുണ്ട് അല്ലേ? 3 × 6 എന്ന് പറഞ്ഞാൽ അതിൽ നമ്പേഴ്സ് 3ഉം 6ഉമാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് 6 × 3ഉം കിട്ടി. 6 × 3 എന്ന് പറഞ്ഞാൽ അതിലെ നമ്പേഴ്സ് ഏതാണ്? 3ഉം 6ഉം തന്നെയാണ്. ഓക്കെ. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇവിടെ നിർത്താം. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഇവിടെയുള്ള 1 എഴുതണം. 1, അടുത്തതായിട്ട് ഇവിടെയുള്ള 2 എഴുതണം. 2, അതിനുശേഷം അതിന് താഴെയുള്ള നമ്പർ എത്രയാണ്? 3 ആണ് അല്ലേ? 3, പിന്നീട് ഈ 6 എഴുതണം. 6. ഓക്കെ. അടുത്തതായിട്ട് ഇവിടെയുള്ള 3 ആണ്. പക്ഷേ 3 നമ്മൾ ഒരു തവണ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള 6ഉം ഒരു തവണ നമ്മൾ എഴുതി. ക്ലിയർ? ഒരേ നമ്പർ 2 തവണ എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 3ഉം 6ഉം നമ്മൾ വീണ്ടും എഴുതാത്തത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ട നമ്പർ ഏതാണ്? ഇവിടെയുള്ള 9 ആണ്. 9, ഇനി ലാസ്റ്റ് ഇവിടെയുള്ള 18 എഴുതണം. 18. ക്ലിയർ? അപ്പോൾ 18 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6, 9, 18 എന്നിവയാണ് 18 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ്. മനസ്സിലായല്ലോ? ഒരു നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കാം.